ഉറങ്ങാൻ കഴിയുന്നില്ലേ? ശരിക്ക് ഒരു ഉറക്കം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നെങ്കിൽ നമ്മളുടെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പല കാര്യങ്ങൾ പലതും നമ്മുടെ മനസ്സിൽ ഓരോ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ വരും. അല്ലാതെ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് എനർജി ഉണ്ട്. ആ ഒരു സമയത്ത് നമുക്കത് ഉറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ നമ്മുടെ ബോഡി ഭയങ്കരധികം എനർജറ്റിക് ആണ്. ഇപ്പോൾ പറയാറില്ലേ, ചില സമയത്ത് വർക്കൗട്ടിന് ജിമ്മിനൊക്കെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വൈകിട്ട് സമയത്ത് ഫുട്ബോളോ ക്രിക്കറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും സ്പോർട്സ് കളിക്കാനൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടും. അല്ലാത്തവർക്ക് ചിലപ്പോൾ അത് പോസിബിളായി എന്ന് വരില്ല. അപ്പോൾ പിന്നെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് നമ്മൾ ചിന്തകളാണ്. നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ചിന്തകൾ വരുന്ന സമയത്ത് അത് ഭയങ്കര അധികം എന്ത് ചെയ്യും, നമ്മളെ എഫക്റ്റ് ചെയ്യും. നമുക്ക് തീരെ ഉറങ്ങാൻ പറ്റാതെ വരും. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ നാളെ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ഡയറിയിലോ ജസ്റ്റ് എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ നിന്ന് അത് ഒരു പേപ്പറിലോട്ട് വന്നിരിക്കുകയാണ്. പ്രോപ്പർ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഇതെപ്പോഴാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്നത് ആരെ ഏൽപ്പിക്കണം, ഇന്ന കാര്യം എത്ര ടൈമിലാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലക്ക് നമ്മൾ പണി കൊടുക്കുന്നില്ല, ഒന്ന് റെസ്റ്റ് എടുക്കാൻ നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ജേർണലിംഗ് വഴി അല്ലെങ്കിൽ ആ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്ന വഴി നമുക്ക് ഒരുപാട് നമ്മുടെ തലയിലുള്ള ചിന്തകളെ നമുക്ക് ഇറക്കി വെക്കാനും ആ ഒരു സമയത്ത് ഓക്കെ ആയിട്ട് ഉറങ്ങാനും പറ്റും. പിന്നെ വരുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിനെ ആലോചിച്ചിട്ടുള്ള ആദി ടെൻഷൻസ് ഒക്കെ ആയിരിക്കാം. നമ്മൾ ആലോചിക്കേണ്ടത് മുന്നേ പറഞ്ഞതാണ്, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യത്തിന് ആലോചിച്ച് മാത്രം ടെൻഷൻ അടിക്കുക, അല്ലാത്ത കാര്യങ്ങളെ അങ്ങനെ വിടുക. പിന്നെ അതിൻ്റെ ഒപ്പം നമുക്കിപ്പോൾ പെട്ടെന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ അതിനും ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു മെത്തേഡാണ് ടാപ്പിംഗ് മെത്തേഡ് എന്ന് പറയും. ടാപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടന്നതിന് ശേഷം, ബെഡിൽ കിടന്നതിന് ശേഷം കണ്ണടച്ചുകൊണ്ട് ഏത് കൈയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആവാം, റൈറ്റ് ഹാൻഡ് ആവാം. അപ്പോൾ ഞാൻ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് കണ്ണടച്ചുകൊണ്ട് നമ്മൾ നേരെ കിടക്കാം. ഓക്കെ, മലർന്ന് കിടന്നുകൊണ്ട് ഈ ഒരു കൈ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ബെഡുമേ. അത് നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് മാക്സിമം എന്ത് ചെയ്യുക, ഒരു 20യിൽ നിന്ന് ബാക്കിലോട്ട് എണ്ണുന്ന പോലെ 20, 19, 18, 17, 16, 15, 14, 13, 12, 11 ഇങ്ങനെ നമ്മൾ എണ്ണം തോറും എന്താവും, ആ ഒരു സമയത്ത് നമ്മളുടെ ഈ ലെഗിൻ്റെ ടോ മുതൽ ഹെഡ് വരെ ഓരോ ഓർഗൻസും നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ മനസ്സിൽ സങ്കല്പിക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും, ഈ പറയുന്നത് വണ്ണൊക്കെ ആവുന്നേക്കാൾ മുന്നേ തന്നെ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. ഉറക്കം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ബോഡിയിൽ അമിതമായിട്ടുള്ള എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് എനർജി ചിലപ്പോൾ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ചിലപ്പോൾ നമ്മളൊന്ന് പോയി പുഷപ്സ് എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം എന്തെങ്കിലും വായിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റെസ്റ്റ് നമ്മളുള്ള ബോഡീനെ പണിയെടുപ്പിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബോഡി ടയർഡ് ആവുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരുന്നൊരു ഫീൽ വരും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറങ്ങുന്നതിനേക്കാളും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 hour മുന്നെങ്കിലും സ്ക്രീൻ ടൈം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഫോൺ യൂസേജ് ആ സമയത്ത് ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ഒന്നും കൂടി നമ്മളെ ബോഡിക്ക് ഉറങ്ങാനുള്ള ഒരു രീതിയിലോട്ട് നമ്മൾ തന്നെ പ്രിപ്പയർഡ് ആക്കുന്ന രീതിയിലിരിക്കും. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, മിനിമം ഡിന്നർ പരമാവധി നേരത്തെ ആക്കാൻ നോക്കുക. ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരുട്ടായി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. മിനിമം ബിഫോർ 7:30 ഒക്കെ നിങ്ങൾക്ക് ഡിന്നർ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ ഉറങ്ങുക. ഒരു 10-10:30 ഒക്കെ ആകുമ്പോഴത്തേനും എന്താവും, നിങ്ങളുടെ ബോഡിയിൽ ഡൈജഷൻ ഓൾറെഡി നടന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് ഈ പണികളൊക്കെ നടക്കുക. അപ്പോൾ തീരെ അവിടെ ഉറക്കം നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റിൽ അറിയിക്കുക. എൻ്റെ തെറ്റുകളുണ്ടെങ്കിലും തിരുത്തി തരിക. എൻ്റെ പരിമിതമായ അറിവുകളോട് ഞാൻ ഷെയർ ചെയ്യുന്നു മാത്രം. ഓക്കെ, താങ്ക് യു.